എല്ലാവർക്കും തിരുവോണ പുലരിയിലേക്ക് സ്വാഗതം. നമ്മൾ മാസങ്ങളോളം കാത്തിരുന്ന ആ സുദിനമാണ് ഇന്ന് തിരുവോണം. ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് എല്ലാവരും പൂവെല്ലാം മാറ്റി ഓണത്തപ്പനും തൃക്കാക്കരയപ്പനും അടയെല്ലാം, ഉപ്പില്ലാത്ത അടയെല്ലാം നിവേദിച്ച് പൂക്കളമൊക്കെ ഒരുക്കി ആരവങ്ങളോടുകൂടിയും ആഘോഷങ്ങളോടുകൂടിയും ഓണത്തപ്പനെ പഠിക്കുന്നതിന് എതിരേറ്റ് നമ്മുടെ പൂക്കളത്തിലേക്ക് കുടിയിരുത്തിയ ഒരു ദിവസമാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണല്ലേ? എല്ലായിടത്തുനിന്ന് ആ സദ്യയുടെയൊക്കെ മണം വരുന്നുണ്ട്. എല്ലാവരും വിശപ്പൊക്കെ അടക്കി പിടിച്ച് നിൽക്കുകയാണ്. രാവിലെ കഴിച്ചതാണെങ്കിലും നമുക്ക് വിശപ്പൊക്കെ ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ പല വിഭവങ്ങളുടെയൊക്കെ മണമൊക്കെ കെട്ടിയിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. 1201 ചിങ്ങമാസം 20-ാം തീയതിയാണ്. 5/9/2025 വെള്ളിയുടെ ഫലമൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രനാണ്. ശുക്രവാർ എന്നാണ് നമ്മൾ വെള്ളിയാഴ്ചയെ വിളിക്കുന്നത് സംസ്കൃതത്തിലും ഹിന്ദിയിലുമൊക്കെ. അപ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ഇന്നത്തെ ഹോരയുടെ അധിപൻ, അതായത് ഇന്നത്തെ പ്രഭാതത്തിൽ 1 മണിക്കൂറിൻ്റെ അധിപൻ നമ്മുടെ ശുക്രനാണ്. ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ല ദിവസമായിരിക്കും. കായികമായതും അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ല ദിവസമാണ്. വാഹനാദി കാര്യങ്ങൾക്ക്, വിവാഹ കാര്യത്തിനൊഴിച്ച് ബാക്കി എല്ലാത്തിനും വെള്ളിയാഴ്ച നല്ല ഒരു ദിവസമാണ്. ശുക്രാചാര്യർ, സകലകലാ വല്ലഭനായ ശുക്രാചാര്യരാണ്. അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ട കഥയൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കണ്ണില്ലാത്തത് കൊണ്ട് സകലകലാ വല്ലഭനാണെങ്കിലും എപ്പോഴും ബൃഹസ്പതി ദേവഗുരു വ്യാഴത്തെക്കാളും പുറകിലാണ് നിൽക്കുന്നത്. ഇദ്ദേഹം കലാകാരനാണ്, കലയുടെ ആളാണ്. എല്ലാ കലാകാരന്മാരുടെയും ഈശ്വരൻ തന്നെയാണ് ശുക്രൻ. അതേപോലെ ഒരു കണ്ണില്ലാത്തത് കൊണ്ട് കുറച്ച് വിവേകം കുറവാണ്, അല്ല ആലോചന കുറവാണ്, അക്യുറസി കുറവാണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് ശുക്രൻ്റെ ഒരു പോരായ്മയായിട്ടാണ് അത് എല്ലാവരും കണക്കാക്കുന്നത്. വെള്ളിയാഴ്ച ഭഗവതിയുടെ ദിവസവുമാണ്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശുക്രന് ഒരു സ്ത്രൈണഭാവവുമുണ്ട്. ശുക്രൻ വളരെ ഊർജ്ജസ്വലനായൊരു നക്ഷത്രമാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. വളരെ സന്തോഷത്തോടു കൂടി ചിലവഴിക്കേണ്ട ഒരു ദിവസമാണല്ലേ തിരുവോണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സദ്യ ഉണ്ണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും വസ്ത്രങ്ങൾ അണിയാനും ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. ഇന്ന് ഈശ്വരാധീനം നിറഞ്ഞൊരു ദിവസമാണ്. എല്ലാവർക്കും സന്തോഷം. ആ സന്തോഷത്തിൻ്റെ അലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടിച്ച് കയറുന്ന ഒരു ദിവസമാണ്. എന്നാലും നമ്മുടെ മേടക്കൂറുകാർക്ക് ഇന്ന് അത്ര സുഖകരമായ ദിവസമല്ല. ചില കുടുംബ കലഹങ്ങൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുമായിട്ടുള്ള കലഹങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉള്ള ചർച്ചകളിലുണ്ടാകുന്ന അപാകതകൾ മൂലം വസ്തു സംബന്ധമായ ചില തർക്കങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഓണം അലങ്കോലപ്പെടാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിചാരിച്ചാൽ നിയന്ത്രിക്കാവുന്നതാണ്. വഴക്കുകൾ ഒഴിവാക്കുക, വഴക്കിടുന്ന ആൾക്കാരുടെ കൂടെ ഉള്ള സഹവാസം ഒഴിവാക്കുക, വഴക്കിന് ഒരുങ്ങുമ്പോൾ മാറി നിൽക്കുക. ഇത്രയാണ് ഇനി ചെയ്യാൻ കഴിയുക. ഈശ്വര പ്രാർത്ഥനയും അനിവാര്യമാണ്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്കൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകുന്നതാണ്. വളരെ ദീർഘമായ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവർക്ക് നല്ലതാണ്. അതേപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. ചില ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുകൂലമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറുകാർക്കും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അലച്ചിലും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. എല്ലാവരുമായി സന്തോഷത്തോടു കൂടി ഓണം ഉണ്ണുന്നതിനിടയ്ക്ക് നമ്മളെ ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം. അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ഫോണാണല്ലോ ചിലപ്പോൾ നമ്മുടെ ശത്രു. അപ്പോൾ ഫോണൊക്കെ ഒന്ന് സൈലൻറ്റ് മോഡിലൊക്കെ ആക്കി ആരുടെയും കോളുകളൊക്കെ എടുക്കാതിരിക്കുന്നത് ഇന്ന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെന്ന് വല്ലാത്ത നിയമപരമായ പ്രശ്നങ്ങൾ ചെന്ന് ഇടപെട്ട് കുറേ നാളത്തേക്ക് പ്രശ്നങ്ങളും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മക്കാല്, രോഹിണി, മകയിരത്തര. എന്നാലും എല്ലാവർക്കും ഈ ഓണ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ വിഭാഗക്കാർക്കും ഈ അനുഭവം അനുഭവപ്പെടാവുന്നതാണ്.
അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓണം ആഘോഷിക്കുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. മിഥുനക്കൂറുകാർക്ക് ദൂരയാത്ര അനിവാര്യമാണ്. യാത്രയിൽ തടസ്സങ്ങളൊന്നും കാണുന്നില്ല. വളരെ ഉത്സാഹപൂർവമായ സന്തോഷപൂർവമായൊരു യാത്രയായിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും ഇഷ്ടഭക്ഷണം കഴിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായി കുറച്ച് ഉരസലുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അത്തരത്തിലുള്ള അവസരങ്ങൾ ഒഴിവാക്കുക. ഗുരുത്വം എന്നൊരു വാക്കുണ്ട്. ഈ ഗുരുത്വം എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അല്ലാതെ നമുക്കത് അറിഞ്ഞുവിടാം. അതായത് ഇന്നത്തെ തലമുറയ്ക്ക് ഒട്ടും അറിഞ്ഞുവിടാം. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും ബഹുമാനിക്കുന്നതിലൂടെ അവരുടെ മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് അനുഗ്രഹമായി ചൊരിയുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ പലയിടത്തും മാതാപിതാക്കളെ നിന്ദിക്കുകയും അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഗുരുത്വക്കേടുണ്ടാകുകയും നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം വരികയും ഒക്കെ ചെയ്യും. ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായ കാരണം ഗുരുത്വമില്ലായ്കയാണ്. അതുകൊണ്ട് ഇത് മനസ്സിൽ വയ്ക്കുക. മാതാപിതാക്കളോട് ഇടപെടുമ്പോൾ സൗമ്യമായും സ്നേഹമായുമൊക്കെ ഇടപെടാൻ ശ്രദ്ധിക്കുക. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ഉത്കണ്ഠ ഒരു പരിധിവരെ ഇന്ന് മാറിക്കിട്ടുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ക്ലേശങ്ങളുമൊക്കെ ഇന്ന് പരിഹരിക്കപ്പെടുന്നതാണ്. സന്തോഷം അനുഭവിക്കാനുള്ള ഒരു ദിവസമാണ്. മാനസികമായി ഉല്ലാസങ്ങൾ കെടുത്തുന്ന കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരെ പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. കർക്കിടകക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. തലവേദന, അങ്ങനെയുള്ള ചില ടെൻഷൻ മൂലമുള്ള അസുഖങ്ങൾ. ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കൂടാൻ സാധ്യത കാണുന്നു. അത് കുറയുന്ന പ്രവണതയുള്ളവർക്കും അത് കുറയുന്നതായി കാണുന്നു. കാലുവേദന, അങ്ങനെയൊക്കെ ഉള്ള വേദനകളൊക്കെ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമാണ്. എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും നന്മയും വരുന്ന ഒരു ദിവസമാണ്. ഒരുപാട് പ്രതീക്ഷകൾ സഫലമാകുന്ന ദിവസമാണ്. നമ്മൾ പല ഗ്രഹോപകരണങ്ങളും പുതിയതായി വാങ്ങി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതിൽ സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മക്കളെക്കുറിച്ചുള്ള ആകാംക്ഷ അല്ലെങ്കിൽ ഉത്കണ്ഠ, അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ്. വളരെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ലഭിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ചില അസംതൃപ്തികളോ അല്ലെങ്കിൽ ചില മാനസിക പ്രശ്നങ്ങളോ ഒക്കെ വന്നു ചേരാം. കുടുംബത്തിലെ കലഹമായി അത് പരിണമിക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരെ പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ഇന്ന് വലിയ മാനസിക പിരിമുറുക്കങ്ങളൊന്നും കാണുന്നില്ല. ക്ഷേത്ര ദർശനത്തിന് സാധ്യത കാണുന്നു. അതേപോലെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ കടം കൊടുക്കുവാനും സാധ്യതയുള്ള ദിവസമാണ്. തിരിച്ചു കിട്ടുന്ന കടമായിരിക്കും. ചില അനിഷ്ട സംഭവങ്ങൾ ഉള്ളത് സുഹൃത്തുക്കൾക്കാണ്. സുഹൃത്തുക്കൾക്ക് ഉള്ള ചില മാനസിക പ്രശ്നങ്ങൾ മൂലം മാനസിക പിരിമുറുക്കം അനുഭവിക്കാം. വിരഹ ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനെല്ലാം ഒരു നല്ല ശാന്തത അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് മൊത്തത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ദിവസമല്ല. വലിയ ആശങ്കയ്ക്ക് വഴിയില്ല. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. ഒരുപാട് നാളായി പ്രതീക്ഷിച്ചിരുന്ന വിവാഹം നടപ്പിലാകാനുള്ള സൂചന ലഭിക്കുന്നതാണ്. അതേപോലെ കുടുംബവുമായി ഒത്തുപോകാത്ത ചില ആളുകൾക്ക് കുടുംബങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം വരികയാണ്. തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സന്താനങ്ങളെ കൊണ്ട് ദുരിതങ്ങളൊന്നും കാണുന്നില്ല. എന്നാൽ ചില അസുഖങ്ങൾ അലട്ടാനായിട്ട് സാധ്യത കാണുന്നു. പാദരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു.
കാല് പ്രത്യേകം ശ്രദ്ധിക്കുക. ആയുധങ്ങൾ കൊണ്ട് പണിയെടുക്കുന്നവരോ വീട്ടിൽ ആയുധം കൊണ്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ കറണ്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയിലൂടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. തുലാരാശിക്കാരുടെ ഫലം നോക്കാം. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. തുലാരാശിക്കാർക്ക് പൊതുവെ ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. മറ്റ് ചില മാനസിക സംഘർഷങ്ങളോ ബന്ധുക്കളുടെ ഇടപെടൽ മൂലമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം തുലാരാശിക്കാർക്ക് അനുകൂലമാണ്. ഒരുപാട് നാളായി പ്രതീക്ഷിച്ചിരുന്ന വസ്തു കച്ചവടം അല്ലെങ്കിൽ നാൽക്കാലി കച്ചവടം ഒക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അതിന് തീരുമാനമുണ്ടാകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. ഇന്ന് ഓണമല്ലേ, അപ്പോൾ ഇന്ന് കച്ചവടത്തിനൊന്നും ആരും പോവില്ല. പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. ചില പണികൾ തുടങ്ങാൻ അല്ലെങ്കിൽ മിനുക്ക് പണികൾ വീടിനെ സംബന്ധിച്ചോ വാഹനങ്ങളെ സംബന്ധിച്ചോ ഒക്കെ തുടങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ചുകൂടി കാര്യമാത്ര പ്രസക്തമായിട്ട് മുഴുകുന്നതാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്, ഗുണാധിക്യമാണ് കാണുന്നത്. ദൂരയാത്രയ്ക്കുള്ള സാധ്യതകൾ കാണുന്നു. കുട്ടികളുടെ പരീക്ഷാ വിജയം അറിഞ്ഞ് സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു. പങ്കാളിയുമായിട്ടുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞ് ഒതുക്കാനായിട്ട് സാധിക്കുന്നു. വളരെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകുന്ന ദിവസമാണ്. വസ്തു സംബന്ധമായ വഴക്കോ തർക്കമോ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തുതീർപ്പിനുള്ള സൂചന ലഭിക്കുന്ന ദിവസമാണ്. കേസ് വഴക്കുകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ അനുകൂലമായ സാഹചര്യം ഉണ്ടായേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഒന്നുള്ളത്. വിവാഹാദി കാര്യങ്ങൾക്ക് ആലോചിക്കുന്നവർക്ക് അല്ലെങ്കിൽ തീരുമാനിക്കാനിരിക്കുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്, പ്രകടമായ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയാണ് അനിവാര്യം. അവരവരുടെ അനുഷ്ഠാനങ്ങളനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം നോക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും വാഹനാദി കാര്യങ്ങളുടെ റിപ്പയർ മൂലവും അതേപോലെ വീട്ടിൻ്റെ ചില അറ്റകുറ്റപ്പണികൾ മൂലമൊക്കെ ധനനഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അടുത്ത ആൾക്കാരുമായി ചെറിയ കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ദൂരെ യാത്രയ്ക്ക് സാധ്യതയുണ്ട്. യാത്ര വളരെ സുഖകരമായിരിക്കും. ബന്ധുമിത്രാദികളോട് ഒത്തുചേർന്ന് സന്തോഷിക്കാനും സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം വന്നു ചേർന്നിട്ടുണ്ട്. യാത്രാക്ഷീണമോ അല്ലെങ്കിൽ ജോലിഭാരമോ ഒക്കെ കൊണ്ട് ചില ശരീരക്ലേശങ്ങൾ ഉള്ളതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിലെല്ലാം സന്തോഷമാണ്. സന്താനങ്ങളെ കൊണ്ടുള്ള മാനസിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതും അവർ സന്തോഷിക്കുന്നതുമൊക്കെ കണ്ട് സന്തോഷിക്കാനുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം, അര ചേർന്ന് വരുന്ന നക്ഷത്രക്കാരാണ് ഈ കൂറിലുള്ളത്. ഈ കൂറുകാർക്ക് താരതമ്യേന മെച്ചപ്പെട്ട ദിവസമാണ്. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ ചില ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായി കാണുന്നു. ആരോഗ്യകാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുന്നതായി കാണുന്നു. ചില നിരാശകൾ വന്നു ചേരുന്നതായി കാണുന്നു. അസുഖങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുള്ള ഔഷധ സേവയൊക്കെ മുടങ്ങാതെയൊക്കെ ചെയ്യുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. വീഴ്ച, ഒടിവച്ചതോ മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട്, പൊള്ളൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തീയുമായും ആയുധങ്ങളുമായിട്ടൊക്കെ ഉള്ള അടുത്തിടപഴകൽ ഒന്ന് നിയന്ത്രിക്കുക. അതിൽ ശ്രദ്ധിക്കുക. നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കുക. ഇന്നത്തെ ദിവസം അഭിപ്രായം പറയലോ നമുക്ക് ഇത്രയും നാളും നമ്മൾ മനസ്സിൽ അടക്കി വച്ചിരുന്ന ദേഷ്യം കൊണ്ട് ഉറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ വഴക്ക് പിന്നീട് അവസാനിക്കാൻ കുറച്ച് നാളെടുക്കും. പൊതുവെ നക്ഷത്രക്കാർക്ക് അനുകൂലമാണെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ വന്ന് ഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ഏതായാലും ഓണം വളരെ അനുകൂലമായിരിക്കട്ടെ. ഓണ ദിവസം സന്തോഷകരമായി കഴിച്ചുകൂടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശ്വരാധീനം ഉണ്ടാവട്ടെ. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമാണ്.
ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വാത്സല്യം അനുഭവിക്കാനുള്ള ഒരു ദിവസമാണ്. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നത് കണ്ട് സന്തോഷിക്കാവുന്ന ദിവസമാണ്. കുട്ടികളുടെ അഭിവൃദ്ധിയെക്കുറിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. സാമ്പത്തികമായി പ്രത്യേകിച്ച് വരുമാനമോ പ്രത്യേകിച്ച് നഷ്ടമോ ഒന്നുമില്ലാത്തൊരു ദിവസമായിരിക്കും. എങ്കിലും വലിയ ആശങ്കകളൊന്നുമില്ല. അടുത്ത ദിവസം അത് നേടിയെടുക്കാം എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടി പോകുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ജലവുമായി ബന്ധപ്പെട്ട റിക്രിയേഷൻസ് ഒഴിവാക്കുക. യാത്ര ചെയ്യുമ്പോൾ ബോട്ടിംഗ്, അതുപോലെ നീന്തൽ, ഇതൊക്കെ വളരെയധികം അപകടങ്ങൾ ക്ഷണിച്ച് വരുത്താൻ സാധ്യതയുള്ളൊരു ദിവസമാണിന്ന്. എന്നാൽ പോയേ തീരൂ, ബുക്ക് ചെയ്തവർക്കൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഈശ്വരനെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവരവരുടെ ആചാരമനുസരിച്ച് അവരവരുടെ ഉപാസനാമൂർത്തികളെ പ്രാർത്ഥിച്ച് പ്രീതിപ്പെടുത്തിയ ശേഷം യാത്ര പുറപ്പെടാവുന്നതാണ്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ദിവസമാണ്. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാനായി സാധിക്കും. സാമ്പത്തികമായിട്ടും മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും. അതേപോലെ ദീർഘയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. എന്നാൽ കാല് സംബന്ധമായും മുട്ട് പാദം ഒക്കെ സംബന്ധമായും ഉദര സംബന്ധമായും കുറച്ച് പ്രയാസങ്ങൾ അനുഭവപ്പെടാം. പൊതുവെ ടെൻഷനുള്ള മാനസിക പിരിമുറുക്കമുള്ള ഈ നാളുകളിൽ ഉള്ള ആളുകൾക്ക് അത് ഒന്ന് അധികരിക്കാൻ സാധ്യതയുണ്ട്. ശാന്തമായിരിക്കുക. മാനസിക പിരിമുറുക്കത്തിന് ഏറ്റവും നല്ലത് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുഡ് സോൾസും ആയിട്ട്, അതായത് ശുദ്ധാത്മാക്കളുമായിട്ട് പോസിറ്റീവ് എനർജിയുള്ള ആളുകളുമായിട്ട്, ഗുരുക്കന്മാരാകട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളാവട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളാവട്ടെ, ആരോടെങ്കിലുമൊക്കെ ഈ ഭാരം ഒന്ന് ഷെയർ ചെയ്യുന്നത് പെട്ടെന്നുള്ള ഒരു സമാധാനത്തിന് വഴിതെളിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷ ഉള്ളവർക്ക് ദോഷകരമായൊന്നും കാണുന്നില്ല. ഇന്ന് മൊത്തത്തിൽ സന്തോഷമുള്ള ദിവസമാണ്. അത് വന്നേക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എല്ലാത്തിനും ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുവോണം ദിവസമാണ് ഇന്ന്. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ ഓണാഘോഷവും ഓണ സദ്യയും ഒക്കെ തുടങ്ങുകയാണ്. എല്ലാവരും വളരെ ദ്രുതഗതിയിലാണ്. ഓണാഘോഷം, പ്ലോട്ടുകൾ, അതെല്ലാം കാണാനായിട്ട് മനസ്സൊരുങ്ങുകയാണ്. തിരുവനന്തപുരം ജില്ലക്കാർക്ക് ഓണം വളരെ വലിയൊരു ആഘോഷമാണല്ലോ. ഇവിടെയാണല്ലോ നമുക്ക് ഈ പ്ലോട്ടുകളും അങ്ങനെയുള്ള ഓണാഘോഷ വാരമൊക്കെ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും, എല്ലാ നാട്ടിലുള്ളവർക്കും ഓണം വളരെ സന്തോഷകരമായൊരു ദിവസമാണെന്നറിയാം. ഒരുപാട് ആഘോഷങ്ങളും വിനോദങ്ങളും കളിയും റിലാക്സേഷനും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി മാവേലി തമ്പുരാനെയും അതേപോലെ തൃക്കാക്കരയപ്പനെയും സ്മരിച്ചുകൊണ്ട് ഓണമുണ്ണുക. അടുത്ത ഓണവും വളരെ സന്തോഷത്തോടു കൂടി ഉണ്ണാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ എല്ലാവർക്കും ഓണാശംസകളോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.